75 വർഷമായിട്ടും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ സാമൂഹികമായിട്ടുള്ള ബാക്ക്വേർഡ്നെസ്സിനെ മാറ്റാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഇനി ഇത് എത്ര കാലം തുടരും? അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് പണിക്കർ എന്നുള്ളത് ജാതീയതര മതേതരമായിട്ടുള്ള ഒരു വാലാണ്. അപ്പോൾ അത് വെക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും. ഞാൻ ബാക്ക്വേർഡ് കാസ്റ്റ് ആണോ ഫോർവേഡ് കാസ്റ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണോ? സർക്കാരാണ്. ബേസിക്കലി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന മൾട്ടിപ്പിൾ ത്രെഡുകൾ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലുള്ള മൾട്ടിപ്പിൾ ത്രെഡുകളെ പറ്റി നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി നോക്കുന്നു. ചിലപ്പോൾ ലഞ്ച് ബ്രേക്കിലായിരിക്കും, ചിലപ്പോൾ ഈവനിങ് കോഫി ബ്രേക്കിലായിരിക്കും, ചിലപ്പോൾ രാത്രിയായിരിക്കും. ഇപ്പോൾ CPM-നെതിരായിട്ടുള്ള ഒരു വിഷയമാണ് എങ്കിൽ അപ്പുറത്ത് വന്നിരിക്കുന്നത് A. റഹീം ആണെങ്കിലും സാക്ഷാൽ പിണറായി വിജയൻ ആണെങ്കിലും നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയുക. BD സതീശൻ പോയി ഭക്ഷണം കഴിച്ചു ഈ പ്രളയ സമയത്ത്. ഞാനതിൽ തെറ്റ് കാണുന്നില്ല. ഇനി പൊളിറ്റിക്കൽ അംബിഷൻ അവർക്ക് ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഉണ്ടാകുന്നത് തെറ്റൊന്നുമാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അങ്ങനെ അതിനെ ഒരു മൂവ്മെൻ്റ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ അവരുടെ നിലവിലത്തെ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസ് തെറ്റാണ്. ഇന്നത്തെ അതിഥിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ ഒരു ശബ്ദം, ഈ ഒരു മുഖം, ഈ ഒരു വാക്കുകൾ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്യുന്നു ശ്രീജിത്ത് പണിക്കർ. വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് RJ സുനിൽ വിത്ത് മീ ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം സർ, സ്വാഗതം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിരിക്കുന്നു. ഓക്കെ. രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് പലപ്പോഴും ശ്രീജിത്ത് പണിക്കറിനെ വിശേഷിപ്പിക്കാറ്. അപ്പോൾ ആരാണ് ശരിക്കും ശ്രീജിത്ത് പണിക്കർ? ശ്രീജിത്ത് പണിക്കർ ഒരു സാധാരണ മലയാളി, പന്തളം സ്വദേശി, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് താമസിക്കുന്നു. പ്രൊഫഷണലി IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുകളിലായി, 11 വർഷമായി ചാനൽ ചർച്ചകളിൽ അഭിപ്രായം പറയുന്നു. ഇംഗ്ലീഷ് മലയാളം ചാനലുകളിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കൂടുതലും മലയാളത്തിലാണ് സജീവം. പിന്നെന്താ, 1-2 ഒപ്പീനിയൻ പോർട്ടൽസിന് വേണ്ടിയിട്ട് മണി കൺട്രോൾ, ഡെക്കൻ ഹെറാൾഡ്, അതിനൊക്കെ വേണ്ടിയിട്ട് കോളം എഴുതുന്നു. അപ്പോൾ സാധാരണ എല്ലാ വിഷയങ്ങളിലും മലയാളി ഒപ്പീനിയനേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള ഒരു മലയാളി അതിനെ കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം കിട്ടുന്ന ഒരു മലയാളി, അത്രയേ ഉള്ളൂ. ഒരു സാധാരണക്കാരനായ മലയാളികളുടെ ഒരു പ്രതിനിധി എന്ന് പറയാം അല്ലെ ശ്രീജിത്ത്? തീർച്ചയായിട്ടും. ഓക്കെ. ഞാൻ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, IT പ്രൊഫഷണലായ ഒരു വ്യക്തി ആ ഒരു ഹെക്ടിക് ജോബിന്റെ ഇടയ്ക്ക് ഈ ഒരു മീഡിയയിലേക്ക് അല്ലെങ്കിൽ ഈ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ അഭിപ്രായം പറയാനായിട്ട് എത്താനുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടൊന്നും അല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വേറൊരു ടൈപ്പ് ഓഫ് എൻവയൺമെന്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഇങ്ങനെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറയുന്നത് അങ്ങനെ അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ആ കമ്മ്യൂണിറ്റിയിലും പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഉള്ള ആൾക്കാരുണ്ട്. മറ്റേതൊരു മേഖലയിലും ഇപ്പോൾ സർക്കാർ സർവീസിലെ ആൾക്കാർ എങ്ങനെയാണ് കോഫി കുടിക്കുന്ന സമയത്ത് രാഷ്ട്രീയം സംസാരിക്കുന്നത്, അതേപോലെ തന്നെ രാഷ്ട്രീയം സംസാരിക്കുന്ന ആൾക്കാർ IT മേഖലയിലും ഉണ്ട്. അവരാരും ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആൾക്കാരല്ല. നമ്മുടെ എന്നത് പറയാൻ കാര്യം, നമ്മുടെ നാട്ടിലെ TV സീരിയലുകൾ, സിനിമകൾ, ഇതിലൊക്കെ ഈ IT മേഖല എന്ന് പറഞ്ഞാൽ ഇത് മറ്റെല്ലാ സ്ഥലവുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവിക്കുന്ന ഒരു മേഖലയാണെന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അവിടെയുള്ളതും സാധാരണ ആൾക്കാർ തന്നെയാണ്. അവരും ഇതൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. മറിച്ച് ഞാൻ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു റിസർച്ച് ഉണ്ട്. അപ്പോൾ ആ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പണ്ടൊരിക്കൽ ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒപ്പീനിയൻ എഴുതാനുള്ള ഒരു അവസരം വന്നു. അങ്ങനെ അവസരം വന്നു. അതിൽ ഞാൻ എഴുതിയിരുന്ന ഒരു ഒപ്പീനിയൻ വായിച്ചതിന് ശേഷം അതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ആയിട്ട് വരുന്ന ഒരു സമയത്ത് എനിക്ക് അങ്ങനെ TV-യിൽ വരാനായിട്ടുള്ള ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അത് ടൈംസ് നൗവിലാണ്, അർണബ് ഗോസ്വാമിയാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ്. അതിനുശേഷം പിന്നെ റെഗുലറായി എന്നുള്ളതാണ്. ഓക്കെ. ഇനിയിപ്പോൾ ഒരു ചില രാഷ്ട്രീയപരമായ ജാതിപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഈ 2026-ലും ജാതി ഒരു വലിയ കാര്യമാക്കി എടുക്കുന്ന ആളുകളൊക്കെ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ 21ാം നൂറ്റാണ്ടിൽ കാൽ നൂറ്റാണ്ട് കഴിഞ്ഞ ഈ ഒരു സമയത്ത് ഈ ജാതി പേരിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ജാതിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്? ജാതിക്ക് വലിയൊരു പ്രാധാന്യം നമ്മുടെ സമൂഹം ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അത് ഏത് അർത്ഥത്തിലാണ് ആൾക്കാർ കാണുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. പക്ഷെ ജാതിവാദികളായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. പണ്ട് നമ്മൾ പറയുന്നത് ഇത് ഈ ഫോർവേഡ് കാസ്റ്റിലുള്ള ആൾക്കാർ മാത്രമാണ് ജാതിവാദികൾ എന്ന് പറയും. അങ്ങനെയല്ല, ഫോർവേഡ് കാസ്റ്റിലും ബാക്ക്വേഡ് കാസ്റ്റിലും ജാതിവാദികളായിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ ജാതി റിലേറ്റഡ് ആയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ജാതി എല്ലാ കാര്യത്തിലും ജാതിയെ പറ്റി പറയുമ്പോൾ അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല എന്ന് പറയും. പക്ഷേ ജാതി ബേസ്ഡ് ആയിട്ടുള്ള സംവരണം
എല്ലാ കാലവും നിലനിൽക്കണം എന്ന അഭിപ്രായം പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അവരെയും നമുക്ക് ജാതിവാദികളെന്നേ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ ജാതി ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിസർവേഷൻ കൊണ്ടുവരുന്ന സമയത്ത് അതിനൊരു സൺസെറ്റ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ സൺസെറ്റ് കണ്ടീഷൻ പാലിക്കുന്നതിന് നമ്മുടെ പൊളിറ്റീഷ്യൻസിന് കഴിയുന്നില്ല. കാരണം ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റിനെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും, അത് വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്നുള്ള ചിന്തയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ ആ പ്രിവിലേജ് അവരിലേക്ക് എത്തുന്നുമില്ല, അവരുടെ ഒരു കണ്ടീഷണൽ സീമിങ് ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. എന്നാൽ അതിലുണ്ടായിരിക്കുന്ന പല ആൾക്കാരും ഇത് ഞങ്ങളുടെ ഒരു അവകാശമാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോർവേഡ് കാസ്റ്റിലുള്ള ആൾക്കാർ അത് പാടില്ല, അതിനിയെങ്കിലും മാറ്റണം എന്ന് പറയുന്നുണ്ട്. തന്നെയല്ല, നമ്മൾ 75 വർഷമായിട്ടും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ സാമൂഹികമായിട്ടുള്ള ബാക്ക്വേർഡ്നെസ്സിനെ മാറ്റാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഇനി ഇത് എത്ര കാലം തുടരും? അതല്ല എങ്കിൽ സംവരണത്തിനൊക്കെ മറ്റ് മാനദണ്ഡങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ ക്രീമി ലെയർ എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? OBC-യിലുള്ള ആൾക്കാർക്ക് വാർഷിക വരുമാനം നിങ്ങൾക്ക് ഇത്രയുണ്ട് എങ്കിൽ നിങ്ങൾ സംവരണത്തിൻ്റെ പുറത്താണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ പരിഗണിക്കപ്പെടുന്നത് സാമൂഹികമായിട്ടുള്ള പിന്നാക്കാവസ്ഥയല്ല, സാമ്പത്തികമായിട്ടുള്ള പിന്നാക്കാവസ്ഥ പരിഗണിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് EWS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി വരുന്നത്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തിനെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരാളിൻ്റെ വെൽ ടു ഡു ആണോ വെൽബീയിങ്ങിനെ പറ്റി നമ്മൾ ഒരു കാര്യം നോക്കുമ്പോൾ അതിൽ സാമ്പത്തിക അവസ്ഥ എന്നുള്ളതിനെ മറന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. നല്ല രീതിയിൽ സാമ്പത്തിക അവസ്ഥ ഉള്ള ആൾക്കാർ, റിസർവേഷൻ ഇപ്പോഴും കിട്ടുന്ന ആൾക്കാർ പറയും സാമ്പത്തികം കൂട്ടാൻ പാടില്ല എന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലെ കോടതികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികം പരിഗണിക്കേണ്ടതാണ്, അത് എസെൻഷ്യലാണ്. അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ യാർഡ് സ്റ്റിക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആരാണ് ജാതിവാദികൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, എൻ്റെ പേരിനൊപ്പം ജാതി പേരുണ്ട്, ഞാൻ അതിൻ്റെ പേരിൽ അഭിരമിക്കുന്ന ഒരാളാണെങ്കിൽ ഞാനൊരു ജാതിവാദിയാണ്. അതേപോലെ ജാതി എന്നുള്ളതിൻ്റെ ഒരു പേരിൽ എനിക്ക് എല്ലാ കാലവും എനിക്കോ എൻ്റെ തലമുറകൾക്കോ അവകാശം കിട്ടണമെന്ന് വാദിക്കുന്നയാളും ജാതിവാദിയാണ്. ഒരു ഭാഗത്ത് ജാതി മോശമാണ് എന്ന് പറഞ്ഞിട്ട് ജാതിയുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് വാങ്ങുക എന്ന് പറയുന്നതിനകത്തിൽ തന്നെ ഒരു പൊരുത്തക്കേടുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ പേരിനോടൊപ്പം ജാതി പല ആൾക്കാർ നമ്മുടെ നാട്ടിലൊരു രീതിയാണത്, ആൾക്കാർ പണ്ട് മുതലേ തന്നെ ഉപയോഗിക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു കാസ്റ്റിനെ ഉപയോഗിക്കാവൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വർമ്മ, മേനോൻ, നായർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഇടാവൂ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെച്ചോളൂ, ആരെങ്കിലും അതിന് വേണ്ട എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കാസ്റ്റിനോട് നിങ്ങൾക്ക് എത്രത്തോളം ബഹുമാനമുണ്ട്, നിങ്ങളത് എത്രത്തോളം നിങ്ങളതിനെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും പേരിൻ്റെ കൂടെ ഇടും. ആരെങ്കിലും നിങ്ങളെ കളിയാക്കും, ആരെങ്കിലും നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പ്രൊവിഷൻസ് ഉണ്ടല്ലോ, ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന് പറയാനായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ എല്ലാ ജാതിയുടെയും പേരിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇടട്ടെ, അത് നിങ്ങൾക്ക് ഇടാൻ താല്പര്യമില്ല എങ്കിൽ ഇട്ട ആളിനെ നിങ്ങൾ വിമർശിക്കേണ്ടുന്ന കാര്യമില്ല. പിന്നെ പലരും ചോദിക്കാറുണ്ട് എൻ്റെ പേരിനോടൊപ്പം ഉള്ളത് ജാതി പേരാണോ? എന്നല്ല, എൻ്റെ പേരിനുള്ളത് ഒപ്പം ഉള്ളത് ഒരു കുടുംബസ്ഥാന പേരാണ്, അത് ജാതി പേരല്ല. അത് കുടുംബത്തിന്, അത് നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ വളരെ വ്യാപകമായിട്ട് ഒരു കാലത്ത്, അതായത് ചരിത്രം നോക്കിയാൽ നമ്മുടെ ട്രാവൻകൂറിന് പണ്ട് സാമ്പത്തികമായി സഹായിച്ചിരുന്ന കുടുംബങ്ങൾക്ക് കൊടുത്തിരുന്ന സ്ഥാനപ്പേരുകളിൽ ഒന്നാണ് പണിക്കർ എന്നുള്ളത്. അപ്പോൾ അത് കൊടുക്കുന്ന കണ്ടീഷൻ തന്നെ അവരുടെ തലമുറകൾക്ക് അത് ഉപയോഗിക്കാം എന്നതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ഈ പണിക്കർ എന്ന് പറയുന്നത് ജാതിവാലല്ല, ആ പേര് എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കോ നായന്മാർക്കോ മാത്രമല്ല. എൻ്റെ കാസ്റ്റ് നായരാണ്, പക്ഷേ നായർ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഈഴവ വിഭാഗത്തിലുള്ള ആൾക്കാർക്കുണ്ട്, ക്രിസ്ത്യൻസിനുണ്ട്. ഇപ്പോൾ നമ്മുടെ മാറിവാനിയസ് കോളേജിലെ ഗീവർഗീസ് പണിക്കരച്ചനുണ്ട്. അപ്പോൾ അദ്ദേഹം ക്രിസ്ത്യനാണ്, പക്ഷെ പണിക്കർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സർനെയിമാണ്. അതേപോലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചരിത്രത്തിലെ പോരാളിയുണ്ട്, അദ്ദേഹം പിന്നെ ഈഴവനാണ്. കവി മൂലൂർ പത്മനാഭ പണിക്കർ, അദ്ദേഹം നായരല്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് പണിക്കർ എന്നുള്ളത് ജാതീയേതര മതേതരമായിട്ടുള്ള ഒരു വാലാണ്. അപ്പോൾ അത് വെക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരതാണ്, എന്ത് ചെയ്യും? അദ്ദേഹത്തിന് അത് വെട്ടി മാറ്റാനായിട്ട് സാധിക്കും? ഒന്നുമില്ല. പിന്നെ ഇതിനെ എതിർക്കുന്ന ആൾക്കാർ PK വാസുദേവൻ നായരെയും പിന്നെ EK നായനാരെയും EMS നമ്പൂതിരിപ്പാടിനെയും ഒക്കെ നേതാക്കന്മാരായിട്ട് കാണുന്ന ആൾക്കാരാണ്. അവർക്ക് വിമർശിക്കാൻ എന്താണ് അധികാരം? അങ്ങനെ ഒരു അധികാരമൊന്നുമില്ല. അതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു രീതിയാണ്. P കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യനാണ്. ആ പിള്ള എന്നുള്ളത് എന്തുകൊണ്ടാണ് മാറ്റാഞ്ഞത്? അതെന്തുകൊണ്ടാണ് അവിടെ കിടന്നത്? അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും അങ്ങനെയൊന്നും ആക്ഷേപിക്കുന്നതിലൊന്നുമില്ല. നോക്കൂ, ഇത് കാസ്റ്റിസം എന്ന് മാത്രമല്ല, റിവേഴ്സ് കാസ്റ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി നടക്കുന്നുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും വ്യാപകമായിട്ട് കാണാറുണ്ട്. പലപ്പോഴും ഈ അംബേദ്കറൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന പല ആൾക്കാരും ബ്രാഹ്മണരെ കുറ്റം പറയുക, നായരെ കുറ്റം പറയുക, അവരുടെ ഗ്രന്ഥങ്ങളെ കുറ്റം പറയുക, ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറ്റം പറയുക. ഞാൻ പറഞ്ഞാൽ അതെന്തിനാ ചെയ്യുന്നത്? പണ്ട് അപ്പർ കാസ്റ്റിൽ നിന്ന് ലോവർ കാസ്റ്റിലേക്ക് എന്നുള്ളതായിരുന്നുവെങ്കിൽ ഇന്ന് ബാക്ക്വേർഡ് കാസ്റ്റിൽ നിന്ന് ഫോർവേഡ് കാസ്റ്റിലേക്ക് നടത്തിക്കഴിഞ്ഞാലും അത് കാസ്റ്റിസം റിവേഴ്സായിട്ട് നടക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ആ രീതിയിലത്തേക്ക് നിങ്ങൾ അതിനെ പരിഗണിക്കാൻ പാടുള്ളൂ. അല്ലാതെ ചില ആൾക്കാർക്ക് ഇത് വിളിക്കാം, ചില ആൾക്കാർ പറയുന്നതാണ് പ്രശ്നം എന്ന രീതിയിലത്തേക്ക് അതിനെ കാണുന്നത് ശരിയല്ല. പിന്നെ അൾട്ടിമേറ്റ്ലി ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത്, പണ്ട് നമുക്ക് പറയാം നാടുവാഴിയാണ്, തമ്പുരാനാണ്, ബ്രാഹ്മണനാണ്, മറ്റവനാണ്, മറിച്ചവനാണ്,
ജാതി സമ്പ്രദായം ഉണ്ടാക്കിയിരിക്കുന്നത് നടപ്പാക്കുന്നതെന്ന് പറയാം. ഇന്ന് ആരാണ് സുനിൽ ഇത് നടപ്പാക്കുന്നത്? സർക്കാരല്ലേ? സർക്കാരാണ്. ഇന്ന് ഞാൻ ബാക്ക്വേർഡ് കാസ്റ്റ് ആണോ ഫോർവേഡ് കാസ്റ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണോ? സർക്കാരാണ്. എന്നോട് ഒരു ഫോം ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ ജനറൽ ആണോ എന്താണെന്ന് എഴുതാൻ പറയുന്നത് സർക്കാരാണ്. അപ്പോൾ സർക്കാരാണ് നിങ്ങളെ ഇന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇന്ന് ഒരു ബ്രാഹ്മണനോ നമ്പൂതിരിയോ ബ്രാഹ്മണിക്കൽ ഹെജമണിയോ ഒന്നുമില്ല. അപ്പോൾ ഇത് സർക്കാരിനോട് നിങ്ങൾ ആവശ്യപ്പെടുക. നിങ്ങൾ ഇതിന് എതിരാണെങ്കിൽ നിങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുക. ഞങ്ങൾക്കിത് വേണ്ട, നിങ്ങളിത് ചോദിക്കണ്ട. ചോദിക്കൂ, ഇവർ ചെയ്യുമോ? ആരെങ്കിലും ചെയ്യൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളതിൻ്റെ ബെനിഫിറ്റുകളെ നമ്മൾ ഉൾക്കൊള്ളുകയും എന്നാൽ ഇതെന്തോ മോശമാണ് എന്ന രീതിയിലൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. ഇനിയിപ്പോൾ ചാനൽ ചർച്ചയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ചാനലിൽ വിളിക്കുകയാണ്, ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം ഇതാണ്, ഇന്ന ആളുകളായിരിക്കും ഗസ്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്തുള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഗസ്റ്റുകൾ ഇവരെയൊക്കെയാണ്, ഇവരെയൊക്കെ നമുക്ക് വാക്കുകൾ കൊണ്ട് ഇല്ലാതാക്കണം, അവരെന്തൊക്കെയായിരിക്കും നമ്മളോട് ചോദിക്കുക, അതിനെന്തായിരിക്കും നമ്മൾ ഉത്തരം പറയേണ്ടത്, ആ ഒരു പ്രിപ്പറേഷനൊക്കെ എങ്ങനെയായിരിക്കും? ഇല്ല, അങ്ങനെ ഒരു പ്രിപ്പറേഷന് പോസിബിലിറ്റി വളരെ കുറവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാനൽ ചർച്ചകളിൽ വൈകുന്നേരത്തെ 7 മുതൽ 9 വരെയുള്ള ഒരു പ്രൈം ടൈമിലാണ് ഈ ചർച്ചകൾ നടക്കുക. അപ്പോൾ അന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിലെ വിഷയമാണെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ വിഷയമാണെങ്കിലും മൾട്ടിപ്പിൾ ത്രെഡുകൾ ഓടുന്നുണ്ടാവും. ഇതിലേതാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള ഒരു എഡിറ്റോറിയൽ തീരുമാനം ഒരു ചാനലിൻ്റെത് വരുന്നത് പലപ്പോഴും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ത്രെഡുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരത് തീരുമാനിച്ചതിന് ശേഷമാണ് അവർ ഈ പാനലിസ്റ്റ് ആരൊക്കെ ആവണം എന്ന് തീരുമാനിക്കുക, വിളിക്കുക. അപ്പോൾ ഇത് വിളിച്ച് നമ്മളെ അറിയിക്കുന്ന സമയത്തിൽ നിന്ന് ചിലപ്പോൾ 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒക്കെ മാത്രമേ ഈ ചർച്ചയ്ക്കുള്ള സമയം ഉണ്ടാവണമെന്നുള്ളൂ. വളരെ അപൂർവമായിട്ട് മാത്രമാണ് നേരത്തെ വിളിക്കുക. ചിലപ്പോൾ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ് ഇന്നുണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അങ്ങനെ ചെയ്യുക. അതല്ല എങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ ഇത് നമ്മളുടെ കോർ ഓഫീസ് അവേഴ്സ് ആയിരിക്കും. ഇവർ നമ്മളെ വിളിക്കുന്നു, ശരി ഇന്നതാണ് ടോപ്പിക് എന്ന് പറയുന്നു, ഓക്കെ ഞാൻ അവൈലബിൾ ആണെങ്കിൽ യെസ് എന്ന് പറയുന്നു. എനിക്ക് അത് കഴിഞ്ഞ് വർക്കുണ്ട്, അത് മാറ്റി വെച്ചിട്ട് എനിക്കിതിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലേണിംഗ് ഉണ്ട്. ആ ലേണിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രിപ്പയർനെസ് എന്ന് പറയുന്നത് വിഷയം കിട്ടുമ്പോൾ തുടങ്ങുന്നതല്ല. ബേസിക്കലി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന മൾട്ടിപ്പിൾ ത്രെഡുകൾ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലുള്ള മൾട്ടിപ്പിൾ ത്രെഡുകളെ പറ്റി നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി നോക്കുന്നു. ചിലപ്പോൾ ലഞ്ച് ബ്രേക്കിലായിരിക്കും, ചിലപ്പോൾ ഈവനിങ് കോഫി ബ്രേക്കിലായിരിക്കും, ചിലപ്പോൾ രാത്രിയായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇന്ന വിഷയങ്ങളുണ്ട്, അപ്പോൾ ഇതിലേതും ചർച്ചയാവാം. അപ്പോൾ ഈ ഓരോ വിഷയത്തിനെ പറ്റി നമ്മൾ പഠിക്കും. ഇപ്പോൾ ഒരെണ്ണമായിരിക്കും ഇന്ന് ചർച്ചയ്ക്ക് വരിക, പക്ഷേ ഇന്ന് ചർച്ചയ്ക്ക് വരാത്ത 3-4 വിഷയങ്ങളെപ്പറ്റി ഞാൻ ഈക്വൽ പ്രിപ്പയർനെസ് എനിക്ക് ഓൾറെഡി ഉണ്ടാവും. പിന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിൻ്റെ ഡീറ്റെയിൽസാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു സംഭവം ഒരിടത്ത് നടന്നു, അതിൻ്റെ ലേറ്റസ്റ്റ് എന്താണ് എന്ന് നോക്കാനുള്ള സമയം നമുക്ക് എന്തായാലും കിട്ടും. അതിലിപ്പോൾ 10 മിനിറ്റ് മതിയായിരിക്കും. അത് ചിലപ്പോൾ നമുക്ക് ഈ ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കിട്ടും. അത്രയേ ഉള്ളൂ. ബാക്കി ഇതിനൊരു പ്രിപ്പയർനെസ് എന്ന് പറയുന്നത് ഈ വിഷയം കിട്ടിയതിന് ശേഷം ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതൊരു രാഷ്ട്രീയക്കാരനും ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്. കാരണം രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം പല മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യാനുണ്ടാവും, ഇവൻറ്റുകളിൽ പോകണം, അങ്ങനത്തെ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. എന്നെ സംബന്ധിച്ച് വർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്നേരം തുടങ്ങുന്ന ഒരു പ്രിപ്പറേഷൻ ഇല്ല. അത് നമുക്കൊരു പണിയില്ലാതെ വീട്ടിൽ ഇരുന്നാലേ നടക്കും. അപ്പോൾ അത് നടക്കില്ല. അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ അതിനകത്തിലില്ല. പിന്നെ വേറൊന്ന്, ഈ പറഞ്ഞത് ആരൊക്കെയാണ് ഒപ്പം ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് ഞാൻ ചോദിക്കാറില്ല. പറഞ്ഞില്ലേ, അവർക്കെതിരെ അവരെ ഇരുത്താൻ എന്ത് പറയും, അങ്ങനത്തെ ഒരു പ്രിപ്പയർനെസ് എൻ്റെ ഭാഗത്തു നിന്നില്ല. എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ഒരിക്കലും ചോദിക്കാറില്ല ആരൊക്കെയാണ് ഇന്നേ വരെ എന്നെ വിളിച്ച് ഈ കഴിഞ്ഞ 11 വർഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരാളോടും ഞാൻ ഒപ്പം ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില ചാനലുകൾ, എല്ലാവരും ഇല്ല, വളരെ കുറച്ച് ചാനലുകൾ മാത്രം ഈ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പ് അവരൊരു പ്രൊമോ കാർഡ് ഇറക്കും. വിഷയം, ആങ്കറിൻ്റെ പടം. അപ്പോൾ അവർ പാനലിസ്റ്റ് 3-4 പേരുണ്ടെങ്കിൽ അതിൻ്റെ പടം വെക്കും. അത് ഇവർ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാനായിട്ട് ഈ സ്റ്റോറീസ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കും അയച്ചു തരും. അത് അയച്ചു തരുന്ന സമയത്ത് നമുക്കറിയാം ഓക്കെ ഇന്ന ആൾക്കാരുണ്ടെന്ന്. പക്ഷെ അത് എല്ലാ ചാനലും ചെയ്തില്ല. ഫോർ എക്സാമ്പിൾ ഏഷ്യാനെറ്റ് ഇപ്പോഴും അത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ എന്നോടൊപ്പം ചർച്ചയിലുള്ള ആരൊക്കെയാണെന്ന് ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോഴേ ഞാൻ അറിയുന്നു. അപ്പം നമ്മുടെ പ്രിപ്പയർനെസ് ബേസിക്കലി മറ്റൊരാളിനെതിരെ മറുപടി പറയുക എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ച ഒരു വിഷയത്തിൽ എൻ്റെ ഫോർ ഓർ അഗെയിൻസ്റ്റ് ഒരു പക്ഷം ഉണ്ടെങ്കിൽ ആ പക്ഷത്തിനെതിരായിട്ടുള്ള നിലപാട് ആര് പറഞ്ഞാലും ഇന്നതൊക്കെയാണല്ലോ അവർ പറയുക. അപ്പോൾ എന്ത് പറയാം, അതിനെന്താണ് മറുപടി എന്ന രീതിയിലത്തേക്കുള്ള പ്രിപ്പയർനെസ് മാത്രമേ എൻ്റെ ഭാഗത്തുള്ളൂ. അല്ലാതെ വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള ഒരു പരിപാടി അതിനകത്തിലുണ്ടാവും. ആരെങ്കിലും പേടിയുണ്ടോ ശ്രീജിത്ത് പണിക്കർക്ക്? അതാ ഞാൻ പറഞ്ഞത്, പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇപ്പോൾ CPM-നെതിരായിട്ടുള്ള ഒരു വിഷയമാണ് എങ്കിൽ അപ്പുറത്ത് വന്നിരിക്കുന്നത് A. റഹീം ആണെങ്കിലും സാക്ഷാൽ പിണറായി വിജയൻ ആണെങ്കിലും നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയുക. അവരായതുകൊണ്ട് നമുക്കൊരു ഒപ്പീനിയൻ മാറ്റാനൊന്നുമില്ല. വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്രമണം ഒരാളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അയാളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നന്നാവും. അതും എക്സ്ട്രാ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ എന്നോട് ചാനൽ ചർച്ചകളിൽ മുഹമ്മദ് റിയാസ് സംസാരിച്ചിട്ടുണ്ട്, ഷംസീർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അത് നമ്മളെ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ പിന്നെ ഒന്ന് പ്രോഡ് ചെയ്തിട്ട് അങ്ങനെ അല്ലെങ്കിൽ പോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യം മാത്രമാണ്. അതല്ല എങ്കിൽ അങ്ങനെയൊന്നുമില്ല. അപ്പുറത്തിരിക്കുന്ന ആളും ഒപ്പീനിയനാണ്. ഒപ്പീനിയൻ ഒരാളിൻ്റെ കേൾക്കുന്നതിലോ
അതിനോട് അസഹിഷ്ണുത കാണിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് ഒപ്പീനിയൻ ആര് പറഞ്ഞാലും ഒരാളിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അവർ പറയട്ടെ, അത് അവരുടെ ഒപ്പീനിയനാണ്. അതേ ഒപ്പീനിയൻ അവരുടേത് മാത്രമൊന്നും നമ്മൾ കരുതുന്നില്ലല്ലോ. ആ ഒപ്പീനിയനുള്ള ഒരു പ്രസ്ഥാനം അവിടെ ഉണ്ടാവും, അതിൽ വിശ്വസിക്കുന്ന കുറേ ജനമുണ്ടാവും. അപ്പോൾ അതിനോടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഒപ്പീനിയനെ നമ്മൾ ഭയക്കേണ്ടുന്ന കാര്യമില്ല, അതുകൊണ്ട് ഒരാളിനെ പേടിയില്ല. ഓക്കെ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവിയാണോ ശ്രീജിത്ത് പണിക്കർ? പലപ്പോഴും ചർച്ചകൾ കാണുന്ന സമയത്ത് ഇന്ന ആളുടെ അനുഭാവിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. ശരിക്കും എന്താണ് ശ്രീജിത്ത് പണിക്കരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള അതെന്താണെന്ന് വെച്ചാൽ, ഈ അനുഭാവിയാണ് എന്ന് തോന്നാൻ കാരണം ചില ടോപ്പിക്കുകൾക്ക് ഒരു ലോങ്കർ ഷെൽഫ് ലൈഫ് ഉണ്ട്. അതായത് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം, കാർഷിക നിയമം, ഈ ജന്തർ മന്തർ പ്രൊട്ടസ്റ്റ്, ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ശബരിമല വിഷയം, ഇങ്ങനെ കുറേ വിഷയങ്ങൾ വരുമ്പോൾ ഈ വിഷയങ്ങളിൽ ഒരു ദിവസമല്ല ചർച്ച. ഇന്ന് ചർച്ചയുണ്ട്, നാളെ ചർച്ചയുണ്ട്, മറ്റന്നാൾ ചർച്ചയുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. ആ പ്രശ്നം തീരുന്നവരെ ചർച്ചയുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ നമ്മളുടെ ആ വിഷയത്തിലുള്ള പക്ഷം എന്താണോ അതാണ് നമ്മുടെ പൊളിറ്റിക്സ് എന്ന് ഇവർ അസ്യൂം ചെയ്യും. അതുകൊണ്ട് അതിന് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, കാരണം ഞാനാണെങ്കിലും അങ്ങനെയാണ് ചിന്തിക്കുക, ആ രീതിയിൽ വരും. എന്നാൽ BJP രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന, കോൺഗ്രസ് രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന, CPM രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചില ചർച്ചകൾക്ക് ലോങ്കർ ഷെൽഫ് ലൈഫ് കാണത്തില്ല. ആ വിഷയത്തിലെ നമ്മുടെ നിലപാട് ആ ചർച്ച കണ്ടവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, കേന്ദ്ര സർക്കാർ ഈ ഓയിൽ പ്രൈസ് റെഗുലേറ്റ് ചെയ്യാൻ, ഈ ഫ്യൂവൽ പ്രൈസ് റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം ഈ ഫ്യൂവൽ കമ്പനികൾക്ക് കൊടുത്തിരിക്കുന്നതിനെ എതിർക്കുന്ന ആളാണ് ഞാൻ. റെഗുലേറ്ററി മെക്കാനിസം എന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓവർസൈറ്റ് അതിലുണ്ടാവണം എന്ന് താല്പര്യമുള്ള ആളാണ്. ഇപ്പോൾ ചിലപ്പോൾ പെട്രോൾ പ്രൈസ് ഷൂട്ടപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു ചർച്ചയുണ്ടാവും. ആ ചർച്ചകളിൽ ഞാൻ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ആ ചർച്ചകളിൽ പറയുന്നത് കേന്ദ്ര സർക്കാരും ഓയിൽ കമ്പനികളും തമ്മിലുള്ള അൺഹോളി നെക്സസ് ആണ് ഈ ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കാനുള്ള കാരണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ അഭിപ്രായം ഞാൻ എല്ലാ ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റിൽ പറഞ്ഞിട്ടുണ്ട്, മീഡിയ വണ്ണി പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ചർച്ച ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ, അടുത്ത ദിവസം ആ ചർച്ചയില്ല. അപ്പോൾ ഷെൽഫ് ലൈഫ് കുറവാണ്. ആ ചർച്ചകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇതിങ്ങനെയാണ്. ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് വിഷയങ്ങൾ നോക്കൂ. കറൻ്റ്ലി റണ്ണിങ് വിഷയങ്ങളിൽ ഒന്ന് ജന്തർ മന്തർ പ്രൊട്ടസ്റ്റാണ്, CJPയുടെ പ്രൊട്ടസ്റ്റ്. ഞാനതിൽ ആദ്യത്തെ ചർച്ച മുതൽ പറഞ്ഞിരുന്ന എൻ്റെ അഭിപ്രായം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാണ്, ഫ്രം ഡേ വൺ. കാരണം അത് ഒരു വിഷയം കറക്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമല്ല. ദർ ഹാസ് ബീൻ എ ലോങ് ഫെയിലിയർ. അപ്പോൾ അതിനൊരു സിസ്റ്റമിക് കറക്ഷൻ ഉണ്ടാവണമെങ്കിൽ ദി പേഴ്സൺ മസ്റ്റ് ഗോ. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ മസ്റ്റ് റിസൈൻ. ഇതായിരുന്നു ഫസ്റ്റ് ദിവസത്തെ മുതൽ ചർച്ച. അതുകൊണ്ട് ഞാൻ BJPക്ക് അഗൻസ്റ്റായി, ഞാൻ CJPക്കും കോൺഗ്രസിനും ഒപ്പമാണെന്ന് വേണമെങ്കിൽ ഇതേ യാർഡ് സ്റ്റിക്ക് വെച്ച് വാദിക്കാം. E20 പെട്രോൾ ഇപ്പോൾ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫ്രം ഡേ വൺ E20 പെട്രോള് മാത്രമല്ല ലഭ്യമാക്കേണ്ടത്, യു ഗിവ് ദ ചോയ്സ് ടു ദ പീപ്പിൾ. എനിക്ക് പ്യുവർ പെട്രോൾ അടിക്കാം, എനിക്ക് E20 അടിക്കാം, എനിക്ക് ഹൈ ഒക്ടൈൻ അടിക്കാം, എന്തും എൻ്റെ ചോയ്സ് ആയിരിക്കണം. അപ്പോൾ ദർ ഹാസ് ടു ബി അറ്റ്ലീസ്റ്റ് വൺ പെട്രോൾ സ്റ്റേഷൻ ഇൻ എവറി പെട്രോൾ പമ്പ്. ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് പലതുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾ ഇതാക്കി കൊടുക്കുക. കാരണം അത് പ്യുവർ പെട്രോൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആൾക്ക് കൊടുക്കണം. ആ ചോയ്സ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റോങ്. ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ BJP ആവണം. കർഷക നിയമം, ഞാൻ കർഷക നിയമത്തിൻ്റെ വലിയ സപ്പോർട്ടറാണ്. പക്ഷേ അവസാനം പൊളിറ്റിക്കൽ പ്രഷറും പൊളിറ്റിക്കൽ എക്സിജൻസിയും കാരണം സെൻട്രൽ ഗവൺമെൻറ് ഇതിനെ മരവിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ സംസാരിച്ചു. ഞാൻ പറഞ്ഞത് ഇത് തെറ്റാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ VD സതീശൻ പോയി ഭക്ഷണം കഴിച്ചു ഈ പ്രളയ സമയത്ത്. ഞാനതിൽ തെറ്റ് കാണുന്നില്ല. ഞാനതിനകത്ത് പറയുന്നത്, ഭക്ഷണം ഒരാൾ ഇപ്പം ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവരെന്ത് എനിക്ക് തരുന്നു എന്നുള്ളത് എൻ്റെ ചോയ്സാണ്, അവരുടെ ചോയ്സാണ്. എനിക്കിഷ്ടമുള്ളത് കഴിച്ചിട്ട് പോകുന്നു. എൻ്റെ ടേബിൾ അവർ നിറച്ചു വെച്ചു എന്ന് കരുതി അതെൻ്റെ കുറ്റമായി മാറുന്നില്ല. അതൊന്നാമത്തെ. അല്ലെങ്കിൽ അത് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിരിക്കണം. സ്റ്റേറ്റ് ആണ് എനിക്ക് എൻ്റെ സർക്കാരിൻ്റെ ചെലവിൽ എനിക്ക് ഈ ഭക്ഷണം ഇവിടെ നൽകിയതാണ്. പക്ഷേ അതേസമയം ഹെലികോപ്റ്റർ ഉപയോഗത്തിനെ ഞാൻ എതിർത്തിട്ടുണ്ട്. കാരണം അതൊരു പ്രിൻസിപ്പിൾഡ് പൊസിഷനിൽ നിന്നുള്ള ഡീവിയേഷനാണ്. അപ്പോൾ ഒരേ ദിവസം അല്ലെങ്കിൽ 2 ദിവസങ്ങളിൽ നടന്നിരിക്കുന്ന സംഭവത്തിൽ ഒന്നിൽ ഞാൻ സതീശനൊപ്പം, ഒന്നിൽ ഞാൻ സതീശനെതിരും പറയുന്ന സമയത്ത് സതീശനൊപ്പം നിൽക്കുമ്പോൾ ഞാൻ കോൺഗ്രസ് ആവുന്നുണ്ടോ? സതീശനെതിര് പറയുന്ന സമയത്ത് ഞാൻ CPM ആകുന്നുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു പൊസിഷൻ എടുക്കുക എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു അനാലജിയാണ്. എന്നെ സ്ഥിരം കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ബോറടിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ നമ്മളൊരു പൊസിഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ ഈ നിഷ്പക്ഷത എന്ന് പറയുന്നത് പക്ഷം ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല. അത് പലരുടെയും ഒരു തെറ്റായ ധാരണയാണ്. ഈ പക്ഷമില്ലാതിരിക്കുന്നതാണ് നിഷ്പക്ഷമെങ്കിൽ നമ്മൾ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കണം, അല്ലേ? എന്ത് നടന്നാലും എനിക്കൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് നിഷ്പക്ഷത എന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അങ്ങനല്ല. ഒരു വിഷയത്തിലെ ശരിയായ പക്ഷം ഏത് തീരുമാനിക്കുന്നോ അതാണ് നിഷ്പക്ഷത. ഒരു ചെറിയ ഉദാഹരണം പറയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ ഓവർവെൽമിംഗ്ലി ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്ന പാറ്റേൺ നമുക്കറിയാം.
അല്ലേ? ഇപ്പം തൃശ്ശൂരിൽ നോക്കുന്ന സമയത്ത് സുരേഷ് ഗോപി ജയിക്കുന്നു. 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 6ലും ജയിക്കുന്നു. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ സുരേഷ് ഗോപിക്ക് ലീഡ് കിട്ടിയ 6 BJP തോക്കുന്നു. അതെ അല്ലേ? ആരെ തോപ്പിച്ചേ? പുതിയ വോട്ടർമാർ വന്നോ? ഒരിക്കലും അല്ല. ഇല്ല, എക്സിസ്റ്റിംഗ് വോട്ടേഴ്സാണ്. വലിയ കാര്യമായ വ്യത്യാസമൊന്നുമില്ല വോട്ടിംഗ് പോപ്പുലേഷൻ, മോർ ഓർ ലെസ് സെയിം. കാരണം ഒരു 1.5 വർഷത്തിനിടയിലോ 2 വർഷത്തിനിടയിലോ വന്നിരിക്കുന്ന ഇലക്ഷൻ. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം നമ്പർ ഓഫ് വോട്ടേഴ്സ്, ഹ്യൂജ് മെജോറിറ്റി BJPക്ക് കൊടുത്തെടുത്ത് നിന്ന് ദേ ഷിഫ്റ്റഡ്. ഇത് പുതിയ വോട്ടേഴ്സ് അല്ലേ? ഈ വോട്ടർമാർ നിഷ്പക്ഷരാണ്. അതായത് സുരേഷ് ഗോപി വന്നപ്പോൾ ദേ തോട്ട് ദാറ്റ് വാസ് റൈറ്റ്. വേറൊരാൾ വന്നപ്പോൾ ദേ തിങ്ക് അല്ല, ഇവിടുത്തെ BJPക്കാരല്ല നമുക്ക് വേണ്ടത്, മറ്റവരെയാണ് വേണ്ടത്. ഈ പ്രയോറിറ്റി തീരുമാനിക്കുന്നത് ഇവർ തന്നെയാണ്, അല്ലെ? ആൾക്കാരാണ്. അപ്പോൾ ആ ജനം ഏറിയ കൂറും നിഷ്പക്ഷരാണ്. ഞാൻ പണ്ട് പറയുമായിരുന്നു ഒരു 10% ആൾക്കാർ നിഷ്പക്ഷരാണ്. അല്ല, 90% ആൾക്കാർ നിഷ്പക്ഷരാണ്. അതുകൊണ്ടാണ് ഈ സ്വിംഗ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ചെറിയ വേറൊരു ഉദാഹരണം, കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ നാഷണൽ പൊളിറ്റിക്സിൽ ബങ്കിപ്പൂരിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നു. അവിടെ BJP തോറ്റു. BJPയുടെ നാഷണൽ പ്രസിഡന്റ് നിതിൻ നബീൻ ജയിച്ചു വന്നിരുന്ന, അവർ കഴിഞ്ഞ 30 വർഷമായിട്ടോ മറ്റോ അവരുടെ മണ്ഡലം കോട്ടയാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് 69% വോട്ട് കിട്ടി അവർ ജയിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ BJPക്ക് 34% ഉള്ളൂ. നിതിൻ നബീൻ ജയിച്ചിരിക്കുന്നത് കഴിഞ്ഞ നവംബറിലാണെന്ന് ഓർക്കണം. ആ നവംബറിൽ നിന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾക്കുണ്ടായിരുന്ന 60% നിന്ന് BJP 30%-ലേക്ക് വീണെങ്കിൽ പുതിയ വോട്ടർമാരല്ല വോട്ട് ചെയ്തിരിക്കുന്നത്. RJDക്ക് അവിടെ 30% വോട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 10%-മേ ഉള്ളൂ. ആ 20% വോട്ട് വേണ്ട, പ്രശാന്ത് കിഷോറിന് കൊടുക്കാം എന്ന് വോട്ടർമാർ തീരുമാനിക്കുന്നത് സംസ്ഥാന സമ്മേളനം നടത്തിയിട്ടല്ല. ആ മണ്ഡലത്തിലുള്ള ആൾക്കാരെല്ലാം സൂം കോളിൽ കേട്ടിട്ട് ഇതാണ് നമ്മുടെ അജണ്ട തീരുമാനിച്ചിട്ടല്ല. എന്ന് വെച്ചാൽ ആ ആൾക്കാർ 30 വർഷം BJPക്ക് വോട്ട് ചെയ്തിരുന്നപ്പോഴും അവരുടെ ചിന്ത വാസ് ഓക്കെ, ദിസ് ഈസ് ദ റൈറ്റ് ചോയ്സ്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി പല കാരണങ്ങളുണ്ടാവും, ഇല്ല നമുക്ക് BJPയും വേണ്ട, RJDയും വേണ്ട, ലെറ്റ്സ് ഗോ ഫോർ ജൻ സ്വരാജ് പാർട്ടി. അപ്പോൾ പ്രശാന്ത് കിഷോറിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞ ആൾക്കാർ നിഷ്പക്ഷരായതുകൊണ്ട്. 30 വർഷം വോട്ട് ചെയ്യുന്നവൻ BJPക്കാരനാണ്, അവൻ സംഘപരിവാറുകാരനായിരുന്നെങ്കിൽ ഇപ്പോഴും BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കണ്ടേ? അപ്പോൾ ഞാൻ കരുതുന്നത് നിഷ്പക്ഷത എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ പറഞ്ഞ ആ എക്സാമ്പിൾ ഇതാണ്, ഒരു ക്രിക്കറ്റ് ഫീൽഡിൽ നിൽക്കുന്ന അമ്പയർ നിഷ്പക്ഷനാണ്. ഒരു LBW ഷൗട്ട് വരുന്ന സമയത്ത് ആ പന്ത് കറക്റ്റായിട്ട് ലെഗ് സ്റ്റമ്പിന് പുറത്തല്ല, അത് കറക്റ്റായിട്ട് പിച്ച് ചെയ്തിട്ട് പാഡിൽ കൊണ്ട് അയാൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ സ്റ്റമ്പ് ബ്രേക്ക് ചെയ്യുമെന്ന് പുള്ളിക്ക് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ പുള്ളി ഇത് ഔട്ടാണെന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ പുള്ളി ബോളിംഗ് സൈഡിനൊപ്പമാണെന്ന് പറയാൻ പറ്റും? ഒരിക്കലും അല്ല. അടുത്ത ബോളിൽ അതല്ല എന്ന് തോന്നുന്ന സമയത്ത് അയാൾ ഔട്ടല്ല എന്ന് പറയുമ്പോൾ അയാൾ ബാറ്റിംഗ് സൈഡിനൊപ്പമാണെന്ന് പറയാൻ പറ്റും. അതാണ് നിഷ്പക്ഷത. പക്ഷമില്ലാതിരിക്കുക എന്നുള്ളതല്ല. നിഷ്പക്ഷനാണ് അമ്പയറെങ്കിൽ നമുക്ക് ഓരോ ഡിസിഷനിൽ ആരെന്ത് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാലും മിണ്ടാതിരിക്കണം, ഇങ്ങനെ ഇരിക്കണം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതേപോലെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ സുനിൽ പറഞ്ഞില്ലേ, ഇവിടെയുള്ള അങ്ങനെയുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂ, തീർച്ചയായും അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. ദേ ഡിസൈഡ് ദ സ്വിംഗ്. അതാണ് ഞാൻ കരുതുന്നത്. ഇനി അടുത്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് വരാം. CJPയുടെ ഭാവി എന്തായിരിക്കുമെന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ നിലയിൽ ശ്രീജിത്തിന് തോന്നുന്നത്? CJPക്ക് നിലവിൽ പൊളിറ്റിക്കൽ അംബിഷൻസ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. പൊളിറ്റിക്കൽ അംബിഷൻ ഇല്ല എങ്കിൽ സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റിനെ എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിൽക്കും. അങ്ങനെ എത്ര കാലം ഒരു ഓർഗനൈസേഷൻ ഇപ്പോഴത്തെ ലീഡർഷിപ്പിന് നിൽക്കാൻ പറ്റും എന്നുള്ളതൊരു പ്രശ്നമാണ്. കാരണം അതർവൈസ് അതിന് എക്സ്റ്റേണൽ ഫണ്ടിങ് ഒക്കെ ഉണ്ടാകണം, വിച്ച് മൈറ്റ് ബി എ പ്രോബ്ലം. അപ്പോൾ നിലവിലുള്ള അതേ ലീഡർഷിപ്പിന് എല്ലാ കാലവും സ്റ്റുഡൻസിൻ്റെ ചാമ്പ്യനായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ വേറൊരു വിഷയം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വിഷയങ്ങളിലോ ഒക്കെ ഇവർ എത്രത്തോളം ആത്മാർത്ഥതയോടെ ഇടപെടുന്നു എന്നുള്ളതിൽ അവർ ഓഡിറ്റ് ചെയ്യപ്പെടും. ഇനി പൊളിറ്റിക്കൽ അംബിഷൻ അവർക്ക് ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഉണ്ടാകുന്നത് തെറ്റൊന്നുമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങളാണ്, അതുണ്ടാവണം. എല്ലാ കാലത്തും ക്യാമ്പസ് പൊളിറ്റിക്സിൽ നിന്നാണ് ആൾക്കാരും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫൈൻ. അപ്പോൾ അങ്ങനെ അതിനെ ഒരു മൂവ്മെൻ്റ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ അവരുടെ നിലവിലത്തെ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസ് തെറ്റാണ്. അതിലവർ പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഈ നീറ്റ് പോലെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനപ്പുറത്തേക്ക് അവർ പറയുന്ന പൊളിറ്റിക്കൽ സ്ലോഗൻസ് മുഴുവനും മിസ്പ്ലേസ്ഡ് ആണ്. പ്രത്യേകിച്ച് അദാനി അംബാനി ഒന്നും മീഡിയ തുടങ്ങാൻ പാടില്ല, അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ നിയമമില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇലക്ഷൻ ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പിടിച്ച് അകത്തിടണം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം നിയമവ്യവസ്ഥയോട് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അത് വെച്ചുകൊണ്ട് പൊളിറ്റിക്സ് പോകാൻ പറ്റില്ല. അത് കംപ്ലീറ്റ്ലി ഒരു മിസ്റ്റേക്ക് ആയിരിക്കും, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ അംബിഷൻ ഉണ്ടെങ്കിൽ എന്താണ് കോർ ഇഷ്യൂ, ഓരോ വിഷയവും ഞങ്ങൾ ഇന്നതാണ് ഞങ്ങളുടെ ഐഡിയോളജി, ഞങ്ങൾ കാണുന്ന ഇഷ്യൂസ് ഇതാണ്, ഞങ്ങളിതിനെ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ളൊരു മെസ്സേജിങ് മുന്നോട്ട് വയ്ക്കുക. പക്ഷെ അപ്പോഴും
ഇതാർക്കാണ് ഡെൻറ്റ് ഏൽപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തിനായിരിക്കും. തീർച്ചയായിട്ടും. കാരണം CJP യിലുള്ള ആൾക്കാരും BJP പൊളിറ്റിക്സിനോട് ചേർന്നവരല്ല. അല്ല. ഇപ്പം BJPക്ക് CJP ഒരു പാർട്ടിയായി ഉണ്ടായി കഴിഞ്ഞാലും BJPക്ക് നഷ്ടമില്ല. BJP യിലുള്ള ആൾക്കാരും പോയി അതിന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. പ്രതിപക്ഷ സ്വരമാണ്. കോൺഗ്രസിന് നഷ്ടം ഉണ്ടായേക്കും. തീർച്ചയായിട്ടും. BJP മോറോർലെസ് അവരുടെ പൊസിഷൻ കീപ്പ് ചെയ്യുമ്പോൾ കോൺഗ്രസിന് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അവരൊരു പൊളിറ്റിക്കൽ ഫോർമേഷനിലേക്ക് വന്നാൽ മേ ബി അഡ്വാൻറ്റേജ് BJPക്ക് ആകാനുള്ള സാധ്യത വളരെ പാണ്ടായ പോലെ ആവും. പോസിബിലിറ്റി കൂടുതലാണ്. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ ബങ്കിപ്പൂരിൽ BJPയുടെ നിതിൻ നബീൻ സീറ്റ് വെക്കേറ്റ് ചെയ്തപ്പോൾ അവിടെ BJP സ്ഥാനാർത്ഥി പരാജയപ്പെട്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സോൾ ഫോക്കസ് ഈസ് ഓൺ BJP. പക്ഷെ അവിടെ അടികിട്ടിയ വേറൊരാൾ RJD ആണ്. അവിടുത്തെ ഇവരുടെ ഈ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള RJD 30% നിന്ന് കേവലം 10% ഡ്രോപ്പ് ചെയ്തിട്ട് അവരുടെ ഡെപ്പോസിറ്റ് നഷ്ടപ്പെട്ടു. ആലോചിച്ച് നോക്കണം. ഡെപ്പോസിറ്റ് കാശ് നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായിട്ട് RJD മാറി എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യം പൊളിഞ്ഞു എന്നല്ലേ എൻ്റെ അർത്ഥം. അതിനെപ്പറ്റി ആരും പറയുന്നില്ല. കാരണം പീപ്പിൾ ആർ മോർ ഫോക്കസ്ഡ് ഓൺ BJP. കറക്റ്റ് നമ്മൾ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കാണ് കൂടുതൽ ഐഡിയ. BJP സ്റ്റിൽ ഹാസ് 35%. 60% ഈസ് ആൻ അബറേഷൻ. 34% ഉണ്ട്. അത് സ്റ്റിൽ ദേ ക്യാൻ ഗ്രോ ഇറ്റ്. ഇപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ നല്ല പെർഫോമൻസ് അല്ല എങ്കിൽ ഒരു MLAക്ക് എത്ര പെർഫോം ചെയ്യാൻ കഴിയും? ഗവൺമെൻറ് ഇല്ല. അപ്പോൾ ആ പെർഫോമൻസ് മോശമാണെന്നുണ്ടെങ്കിൽ BJPക്ക് തിരിച്ച് വരാവുന്നതേ ഉള്ളൂ. പക്ഷെ RJD പോയതെടുത്തും തിരിച്ചു വരുമോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഈ CJP ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായിട്ട് വന്നാലും ഒരുപക്ഷെ അത് കൂടുതൽ ആഘാതം ഏൽപ്പിക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിനായിരിക്കും എന്നാണ് എൻ്റെ തോന്നൽ.